അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ റബ്ബ് തആല നമ്മളെ എല്ലാവരെയും ഖൈറിൻ്റെ സലാമത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ, തസ്ബീഹാത്തുകൾ, സ്വലവാത്തുകൾ എല്ലാം അല്ലാഹു തആല ഉയർന്ന രൂപത്തിൽ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അർഹമായ പ്രതിഫലം നമുക്കെല്ലാവർക്കും നൽകട്ടെ. ആമീൻ. വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 19ാമത്തെ രാവ് ആണ് ഇന്ന്. നാളെ 19ാമത്തെ ദിനമാണ്, 19ാമത്തെ പകലാണ്. മാത്രമല്ല ദുൽഹിജ്ജ മാസത്തിൻ്റെ 3ാമത്തെ തിങ്കളാഴ്ച രാവ് കൂടിയാണ് ഇന്ന്. അൽഹംദുലില്ലാ, സുമ്മൽഹംദുലില്ലാ. റബ്ബ് സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. നമ്മുടെ ഹാജിമാരൊക്കെ അൽഹംദുലില്ലാ ഇപ്പം മദീനയിൽ അവർ സിയാറത്തിലാണ്. ഈ വെള്ളിയാഴ്ച രാവ് അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവൊക്കെ മദീനയിൽ ഒരുപാട് തിരക്ക് കൂടി, ഒരുപാട് സ്വലാത്തുകളുടെ ഹൽക്കകളൊക്കെ നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ കാണാൻ പറ്റും. അല്ലാഹു തആല ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. നമ്മുടെ ബലിപെരുന്നാളും ഹജ്ജും ഉളഹിയ്യത്തൊക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാ ഏകദേശം ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഉളഹിയ്യത്തിൻ്റെ ഇറച്ചി നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജുകളിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ടില്ല. പല വീട്ടിലെയും ഫ്രിഡ്ജ് നിറഞ്ഞിരിക്കുകയാണ്. ഓരോ പൊതിയൊക്കെ എടുക്കുന്നുണ്ട്, അങ്ങനെ ഭക്ഷണം വെച്ച് കഴിക്കുന്നു, അവിടെ ഇവിടെയൊക്കെ കൊടുക്കുന്നു. അൽഹംദുലില്ലാ. പിന്നെ ഇറച്ചി നമ്മൾ ഒരുപാട് നാളിങ്ങനെ വെച്ചേക്കരുത്. കാരണം ഫ്രിഡ്ജിലാണെങ്കിലും അത് തണുപ്പ്, ഫ്രീസറാണ്, ഒക്കെയാണ് ശരി. എങ്കിലും ആരോഗ്യ പ്രവർത്തകർ പറയുന്നു അത് കുറേ നാളങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചാൽ അത് ഒരുപാട് ബാക്ടീരിയകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ കഴിക്കുന്ന ആ ഭക്ഷണത്തിൽ പോഷകങ്ങളൊക്കെ ഇല്ലാതാകും, ചുമ എന്തോ കഴിക്കുന്നത് പോലെയാകും. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുമാവട്ടെ, ഖൈർ. പിന്നെ ചില ആളുകൾ, അതായത് അമുസ്ലിം സഹോദരന്മാർ പോലും ഒരു പരിഭവം പറയുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. മിക്ക വർഷങ്ങളിലും ഉണ്ട്. അതായത് നമ്മൾ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അറുക്കുന്ന ബലിമൃഗങ്ങൾ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലം കിട്ടാനാണ് നമ്മൾ ആ ഒരു കർമ്മം ചെയ്യുന്നത്. പലപ്പോഴും അത് ചില ജനങ്ങളുടെ, ചില ആളുകളുടെ ഒരു ശാപം കിട്ടുന്നൊരു പ്രവൃത്തിയായി മാറുന്നുണ്ട്. വേറൊന്നുമല്ല ഞാൻ പറയുന്നത്, അറുക്കുന്നതുമായി ബന്ധപ്പെട്ടല്ല. ഈ അറുത്ത് കഴിഞ്ഞിട്ട് ആ മൃഗങ്ങളുടെ വേസ്റ്റ്, അതായത് അതിൻ്റെ തോല്, ഇപ്പോൾ പല ആളുകളും തോലിപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ തോല്, എല്ല്, ബാക്കി അതിൻ്റെ ആന്തരികമായ അവയവങ്ങൾ, അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ, ഇതൊക്കെ അതിൻ്റെ കൊമ്പും കാര്യങ്ങളൊക്കെ സാധാരണ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വലിയൊരു കുഴിയെടുത്ത് കുഴിച്ചു മൂടാറാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ചില സ്ഥലങ്ങളിൽ അത് കൊണ്ടുപോയി പൊതുസ്ഥലങ്ങളിൽ, പൊതു വേസ്റ്റുകളൊക്കെ ഇടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി തള്ളുന്ന ഒരവസ്ഥ. നമ്മൾ സാധാരണ മറ്റ് വേസ്റ്റുകൾ ഇടും പോലെയല്ലല്ലോ. അത് കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് വേസ്റ്റ് ഉണ്ടാകുമ്പോൾ ഇത് ഏതോ സ്ഥലത്ത് ഉളഹിയ്യത്ത് അറുത്തതിൻ്റെ ആ ഒരു വേസ്റ്റാണെന്ന്. അപ്പോൾ എന്താണ്, അത് ഭയങ്കര പ്രയാസം. അത് എന്താ ചീന്, അതിൻ്റെ ഒരു ബാഡ് സ്മെല്ല് വരുന്നു. അങ്ങനെ ഭയങ്കര പ്രയാസം, ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടാകുന്ന ഒരു അവസരം പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. അതുണ്ടാവാൻ പാടില്ല. അതിൻ്റെ ഉത്തരവാദിത്വം അത് നമുക്ക് ഓരോരുത്തർക്കുമാണ്. കാരണം മുസ്ലിമീങ്ങളായ നമ്മൾ സ്വന്തം നമ്മൾ സൂക്ഷിക്കുക. മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാൻ? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനി വയദി. അതായത് മറ്റു മുസ്ലിമീങ്ങൾ, മറ്റുള്ളവർ നമ്മുടെ പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എന്നാൽ മാത്രമേ, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മളൊരു മുസ്ലിമാണെന്ന് പറയുന്നതിൽ അർത്ഥം വളരെ കുറവാണ്. നമ്മൾ ഇപ്പോഴേ ഉറപ്പാക്കുക, ഇപ്പോഴേ നമ്മൾ മനസ്സിലാക്കുക, അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഈ അറുത്ത് കഴിഞ്ഞിട്ട് അറബുകാർക്ക് കൊടുക്കാനുള്ള പൈസ നമ്മൾ ഇതിൽ നിന്ന് വസൂലാക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഇത് വേസ്റ്റ്, ഈ വേസ്റ്റ് എന്താണ്, കൃത്യമായ രൂപത്തിൽ അത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പദ്ധതി, അതിൻ്റെ പൈസ വേണമെങ്കിൽ ആ പൈസ കൂടി ഷെയറുകാരിൽ നിന്നും വാങ്ങിക്കോ, എന്നാലും കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായ രൂപത്തിൽ അത് മറമാടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, അവരോടാണ് ഉണർത്തുന്നത്. ഒരുപാട് ഉമ്മമാരുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോട്, മറ്റുള്ളവരോട് ഈ കാര്യം വളരെ ഗൗരവത്തോടു കൂടി ഒന്ന് പറയേണ്ടതുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ഷെയറൊക്കെ ചേർന്നിട്ട് ആ ഇറച്ചി വാങ്ങിപ്പോരും, പക്ഷേ അതിനുശേഷം അവരത് എന്താണ് ചെയ്യുന്നതെന്ന് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിക്കണം. കാരണം ആ ഉളഹിയ്യത്തുമായി ബന്ധപ്പെട്ട ഇറച്ചി കൊണ്ടുപോകൽ മാത്രമല്ലല്ലോ, പൈസ കൊടുക്കൽ മാത്രമല്ല, അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും പിറകിലും നമ്മൾ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ കാര്യം, ഞാൻ ഈ ദിക്റിൻ്റെ മദ്രസയിൽ അത് ഗൗരവമുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഒരവസ്ഥ നമ്മുടെ നാവിലോ, നമ്മുടെ പ്രവൃത്തിയിലോ, നമ്മുടെ നോട്ടത്തിലോ ഉണ്ടാവാതെ അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച രാവാൻ ഒരു സ്വലാത്ത് പറഞ്ഞ്, മുത്തായ ഹബീബിൻ്റെ പേരിൽ ഒരു സ്വലാത്ത് പറഞ്ഞ് നമ്മുടെ മജ്‌ലിസിലേക്ക് നമുക്ക് കടക്കാം. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ. ആമീൻ. സ്വലാത്തുകൾ ഒരുപാടുണ്ടല്ലേ? സ്വലാത്ത് അല്ലേ? അള്ളാഹുവിൻ്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് മനാമിൽ കാണാൻ, സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കാത്തവരാരാണ്?
നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു തആല സൗഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മദീനയിൽ പോവാൻ അല്ലാഹു തആല അവസരം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ എല്ലാ മുറാദുകൾ ഹാസിലാവാനും മദീനയിൽ പോവാനും മുത്തായ ഹബീബിൻ്റെ കൂടെ നമുക്ക് സ്വർഗത്തിൽ ഒരുമിക്കാനും ഒരുപാട് സ്വലാത്തുകളുണ്ട്. നമുക്കൊന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട ഒരു പുണ്യമായ സ്വലാത്ത് പറഞ്ഞോ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്ന ഒരു ദിക്റുണ്ട്. ഇഴജന്തുക്കൾ, അതുപോലെ തന്നെ മനുഷ്യനിൽ നിന്നുള്ള, പിശാചിൽ നിന്നുള്ള, മോശപ്പെട്ട ജിന്നുകളിൽ നിന്നുള്ള, എല്ലാ ജീവജാലങ്ങളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ തടയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പുണ്യമായ ഒരു ദിക്റാണ്. അത് വല്ലാത്തൊരു പവറുള്ള ദിക്റാണ്. ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് പറയാം. നമ്മൾ ഹദ്ദാദിലൊക്കെ പറയുന്ന ഒരു ദിക്ർ കൂടിയാണത്. അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. 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 അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്.
أعوذ بكلمات الله التامات من شر ما خلق 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 أعوذ بكلمات الله التامات من شر ما خلق. നമ്മുടെയൊക്കെ വീടുകളിലെ പണ്ടൊക്കെ നമ്മുടെ കാർന്നവന്മാര്, നമ്മുടെ ഉപ്പ ഉമ്മ വല്ലുപ്പ വല്ലുമ്മയൊക്കെ നമ്മുടെ മക്കളെ, അതായത് നമ്മളെയൊക്കെ ഉറക്കാൻ വേണ്ടി തൊട്ടിലിൽ ആട്ടുന്ന സമയത്ത് പാടുന്ന ഹസ്ബി റബ്ബി ജല്ലല്ല, ഇന്ന് ആരുണ്ടത് പാടുന്നത്? ഉണ്ടാകാട്ടോ, ഉണ്ടാവാം, പക്ഷേ വളരെയധികം വിരളമായി പോയി. അതൊരു ഉറക്കാൻ വേണ്ടി, കുട്ടികളെ ഉറക്കാൻ വേണ്ടി പറയുന്ന ഒരു ദിക്റല്ല, മറിച്ച് അതൊരു അതിൻ്റെ അർത്ഥം അറിഞ്ഞ് നമ്മൾ പറഞ്ഞാൽ ഏത് സമയത്തും നമ്മൾ പറയും. എന്താ അതിൻ്റെ അർത്ഥം? ഹസ്ബി റബ്ബി ജല്ലല്ലാ, അല്ലേ? അല്ലാഹുവേ എനിക്ക് നീ മതി. ഹസ്ബി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് മതിയായവനാണ്. മാഫി ഖൽബി ഗൈറുല്ലാ, അല്ലാഹുവേ നീ അല്ലാതെ ഒരാളും എൻ്റെ ഹൃദയത്തിലില്ല. നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ്, പ്രകാശമായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹുവേ ആരാധനക്കർഹൻ നീ അല്ലാതെ മറ്റാരുമില്ല. അതൊരു ഒരു വിശ്വാസിയുടെ ഖൽബിൽ നിന്നും വരേണ്ട ഒരു ദിക്റാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? ഇൻഷാ അല്ലാഹ് ഇനിയുള്ള എല്ലാ ദിക്റിൻ്റെ മജ്‌ലിസിലും നമുക്കത് പറയണം, എല്ലാ മജ്‌ലിസിലും പറയണം. കാരണം ഒരുപാട് നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന, അതിപ്പോൾ അന്യം നിന്ന് പോയി, അതിപ്പോൾ ആരും പറയാറില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കത് പറയണം. അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും നമുക്ക് കിട്ടണം. നമുക്കൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഉറക്കെ പറഞ്ഞു. ഇത് കുട്ടികളെ ഉറക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, നമുക്ക് എപ്പോഴും ഏത് സമയത്തും, നിസ്കാരമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉമ്മമാർക്ക് ഏത് സമയത്തും പറയാൻ പറ്റിയ പുണ്യമായ ഒരു ദിക്റാണ്, പുണ്യമായ ഒരു ഭജനമാണ്. പറഞ്ഞോ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് സലാമത്ത് കിട്ടണം, അല്ലേ? രക്ഷ കിട്ടണം. നമ്മുടെ ദീനിൽ, നമ്മുടെ ദുന്യാവിൽ, നമ്മുടെ ആഖിറത്തിൽ എപ്പോഴും സലാമത്ത്, രക്ഷയുണ്ടാവണം. സമ്പത്തിൽ രക്ഷയുണ്ടാവണം. നമ്മുടെ കുടുംബത്തിൽ സമാധാനം, രക്ഷയുണ്ടാവണം. അപ്പം അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ജീവിതത്തിൽ ഉടനീളം നമുക്ക് കിട്ടണം. അതിന് നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പറയുന്ന ഒരു ദിക്റുണ്ട്. ആ ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറഞ്ഞാലോ? അത് പൂർണ്ണമായിട്ടല്ല, കുറച്ച് നമുക്ക് പറയാം. ഒന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. പറഞ്ഞു. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. നന്മയും തിന്മയും തൂക്കപ്പെടുന്ന മീസാൻ എന്ന തുലാസ് ഉണ്ടല്ലോ, ആ തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന വാക്ക്, അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്ക്, നമുക്ക് നാവ് കൊണ്ട് പറയാൻ എളുപ്പമുള്ള വാക്ക് പറഞ്ഞാലോ? പറഞ്ഞോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ
സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള നിഅമത്തും എല്ലാവിധ ബറക്കത്തുമുള്ള നല്ലൊരു മജ്ലിസാക്കി അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ഉസ്താദ് ദുആരക്കണമെന്ന് നിരവധി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും പ്രത്യേകിച്ച് കമന്റിലൂടെയൊക്കെ ആരൊക്കെ ദുആ ചെയ്യാൻ പറയുന്നു എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ഇൻഷാ അല്ലാഹ് ദുആരക്കുന്നു. ഒരാളുകളെയും പ്രത്യേകം എടുത്തു പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം എല്ലാവരെയും ഒരുമിച്ച് നമ്മൾ ചേർത്ത് ഇൻഷാ അല്ലാഹ് ദുആരക്കുകയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഫാത്തിഹയും അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഒക്കെ ഓതിയിട്ട് നേരെ ദുആയിലേക്ക് കിടക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകുട്ടോ, എല്ലാവരും പങ്കെടുക്കുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس.
الناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. لا إله إلا أنت سبحانك إني كنت من الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. അർഹമുർറാഹിമീനായ രാജാതിരാജനായ കരുണയുള്ള റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരും നിന്റെ അടിമകളാണ്, നീ ഞങ്ങളുടെ യജമാനനാണല്ലോ അല്ലാ. അടിമകളായ ഞങ്ങൾ യജമാനനായ നിന്റെ മുന്നിലേക്ക് കൈകൾ ഉയർത്തുകയാണ് റബ്ബേ. നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ യാചിക്കുകയാണ്, ഞങ്ങളുടെ തൗബയാണ് ഞങ്ങളുടെ ഈ ദുആ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇസ്തിഗ്ഫാറാണ്, ഞങ്ങളുടെ പാപമോചനമാണ്. നീ സ്വീകരിക്കണേ റബ്ബേ, തട്ടിക്കളയല്ലേ അല്ലാ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഞങ്ങളുടെ ഈ ദുആയും ഞങ്ങളുടെ ഈ ദിക്റിന്റെ മജ്ലിസും ഞങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന അവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഇരിക്കുന്ന ഉമ്മമാരെ നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടുത്തെ വാപ്പമാരെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്. ഞങ്ങൾ അബദ്ധങ്ങൾ ചെയ്തു, തെറ്റുകൾ ചെയ്തു എന്ന് ഞങ്ങൾ സമ്മതിക്കുകയാണ് റബ്ബേ. ഞങ്ങളുടെ തൗബയാണ്, ഞങ്ങളുടെ തൗബ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ തെറ്റ് ചെയ്യില്ല റബ്ബേ. അല്ലാഹുവേ, ഇനി തെറ്റിലേക്ക് പോകുന്നൊരവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ഞങ്ങളും മരിച്ച് ഖബറിലേക്ക് പോകാനുള്ളവരാണ്. ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സിൽ ആമീൻ പറയുന്ന അല്ലാഹുവേ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാവപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, ഉപ്പമാര്, സഹോദരങ്ങള്, ഞങ്ങൾ നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മനസ്സിന്റെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, എത്രയോ ഉമ്മമാരും ഉപ്പമാരുമാണ്, പാവപ്പെട്ടവരാണ് അവര് റബ്ബേ. ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ, ഞങ്ങളുടെ വീഡിയോകൾ ഞങ്ങളുടെ മജ്ലിസിന്റെ താഴെ ദുആ വസിയത്ത് പറയാറുണ്ട്. അവരുടെ സന്തോഷങ്ങൾ പങ്കിടാറുണ്ട്, അവരുടെ വിഷമങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് അറിയിക്കാറുണ്ട്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു, അവരുടെയും ഞങ്ങളുടെയും മനസ്സിന്റെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കടമാണ് ഉസ്താദെ, എങ്ങനെ വീട്ടുമെന്നറിയില്ല. അല്ലാഹുവേ, കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി അവർക്കും ഞങ്ങൾക്കും തുറന്നു തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്തും സലാമത്തും നൽകണേ അല്ലാ. സ്വസ്ഥതയും സമാധാനവും നൽകണേ അല്ലാ. ഒരുപാട് സഹോദരിമാർ ഒരുപാട് പ്രയാസത്തിലാണ്, ഒരുപാട് സഹോദരങ്ങൾ പ്രയാസത്തിലാണ് റബ്ബേ. എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണെന്ന രൂപത്തിലാണ് റബ്ബേ. ഞങ്ങളുടെ മക്കൾ നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവൻ, ഞങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പൊന്നുമക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ പഠനത്തിൽ, അവരുടെ ജീവിതത്തിൽ നീ ഉയർച്ചയും വളർച്ചയും കൊടുക്കണേ അല്ലാ. പരീക്ഷകളിൽ ഉന്നതമായ മാർക്ക് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഖൈർ കൊടുക്കണേ അല്ലാ. ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്, അവർക്ക് നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാരെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, മജ്ലിസിലുള്ള ഉമ്മമാര് ജീവിതത്തിൽ ഒരുപാട് വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും സഹിച്ചവരാണ്. ഞങ്ങളുടെ
ഉമ്മമാരും ഞങ്ങളുടെ സഹോദരിമാരും റബ്ബേ അവരെ നീ ഇനി വേദനിപ്പിക്കല്ലേ അല്ലാ, അവർക്ക് നീ ഇനി സങ്കടം കൊടുക്കല്ലേ അല്ലാ. ഈ പാവപ്പെട്ട ഉമ്മമാരെ നീ കബൂലാക്കണേ അല്ലാ. അവരുടെ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും പറയാൻ അവര് വിതുമ്പി നിൽക്കുകയാണ് റബ്ബേ. അവരുടെ വിഷമങ്ങൾ നീ കാണണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, സഹോദരന്മാരുണ്ട്, അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെയും അവരുടെയും ബിസിനസ്സിലും കച്ചവടത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഇടപാടുകളിൽ എല്ലാവിധത്തുള്ള നിഅമത്തും തരണേ അല്ലാ. കച്ചവടം ലാഭകരമാക്കണേ അല്ലാ. അല്ലാഹുവേ കഷ്ടനഷ്ടങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാവിധത്തുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ് അല്ലാഹുവേ. മാരകമായ ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ പേരില്ലാത്ത മരുന്നില്ലാത്ത രോഗങ്ങളെ കൊണ്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ അവകൾ തന്ന് പരീക്ഷിക്കല്ല റബ്ബേ. ഒരുപാട് ഉമ്മമാർക്ക് ഒരുപാട് ക്യാൻസർ അസുഖം വന്നിട്ട് രോഗങ്ങളായി ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട്, വീടുകളിൽ കഴിയുന്നുണ്ട്. അതുപോലെ നരമ്പിന്റെ ന്യൂറോയിഡ് പ്രശ്നങ്ങളുള്ളവരുണ്ട്. അതുപോലെ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലെ ഒരുപാട് രോഗങ്ങൾ പിടിപെടുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും എല്ലാവർക്കും നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഞങ്ങൾ കഴിക്കുന്ന മരുന്നിൽ നീ ശിഫാ തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ലോക മുഅ്മിനീങ്ങൾക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഒരുപാട് പേര് പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ് അല്ലാഹുവേ, യുദ്ധഭീതിയിലാണ് പല സ്ഥലങ്ങളും. എല്ലാവർക്കും സമാധാനവും റാഹത്തും കൊടുക്കണേ അല്ലാ. ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. പല സ്ഥലത്തും മഴ കനക്കുകയാണ്, എന്നാൽ വിവിധ സ്ഥലങ്ങളിൽ മഴയില്ലാതെ നല്ല ചുട്ടുവേനലിൽ പൊള്ളുന്ന ആളുകളുമുണ്ട്. അല്ലാഹുവേ ഖൈറായ മഴ ഞങ്ങൾക്ക് തരണേ അല്ലാ. ഷർറായ അദാബായ മഴയെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ വീടുകളിൽ നീ ബറക്കത്ത് തരണേ അല്ലാ, സലാമത്ത് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് അപകടങ്ങൾ കൂടുന്ന കാലമാണ്. ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്, ട്രെയിനുകളിലും അതുപോലെ ഫ്ലൈറ്റുകളിലൊക്കെ സഞ്ചരിക്കുന്നവരാണ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. ആക്സിഡന്റ് മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എല്ലാവിധത്തുള്ള നിഅമത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ സദസ്സിൽ ഞങ്ങളെ ചൊല്ലിയ എല്ലാവിധത്തുള്ള ദിക്റുകൾക്കും തസ്ബീഹുകൾക്കും ഒരുപാട് പ്രതിഫലമുണ്ടല്ലോ, അത് മുഴുവനും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നാളെയും നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. നമ്മുടെ മജ്‌ലിസിന്റെ ഈ ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.